സുപ്രധാന വാർത്ത. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂലിനെ യുഡിഎഫിന്റെ ഘടകകക്ഷിയാക്കിയില്ലെങ്കിൽ അൻവർ മത്സരിക്കും. ഇക്കാര്യത്തിൽ 2 ദിവസത്തിനകം യുഡിഎഫ് തീരുമാനം അറിയിക്കണമെന്നും തൃണമൂൽ കോൺഗ്രസ് പറഞ്ഞു. ഡി ബിനോയ് ഉണ്ട് വിവരങ്ങളുമായി. ബിനോയ്, ഇപ്പോൾ ഈ ഒരു തൃണമൂൽ യോഗത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നത് എന്ന് തന്നെ മനസ്സിലാക്കാം. എന്തായാലും ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ തന്റെ കടുത്ത അതൃപ്തി തന്നെ പി.വി. അൻവർ രേഖപ്പെടുത്തിയിരുന്നു. VS ജോയിയെ സ്ഥാനാർത്ഥി പട്ടികയിൽ പോലും ഉൾപ്പെടുത്താത്തതിലും കടുത്ത അമർഷം രേഖപ്പെടുത്തിയിരുന്നു പി.വി. അൻവർ. ഇനിയിപ്പോൾ ഈയൊരു UDF ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ടില്ലെങ്കിൽ വീണ്ടും മത്സരത്തിന് ഇറങ്ങാൻ തന്നെയാണ് പി.വി. അൻവറിന്റെ ഭാവം എന്നുള്ളത്, അല്ലേ? തീർച്ചയായും പി.വി. അൻവറിൻ്റെ തട്ടകമായ നിലമ്പൂരിലെ നിയോജക മണ്ഡലം കമ്മിറ്റിയാണ് ഇപ്പോൾ ഒരു മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസിന് വേണ്ടി പി.വി. അൻവർ നിലമ്പൂരിൽ മത്സരിക്കും എന്നുള്ളത്. അത് കൃത്യമായി നിലമ്പൂരിലെ അനുയായികൾ എന്ന് പറയുമ്പോൾ അത് പി.വി. അൻവർ തന്നെ പറയിക്കുന്നതാണെന്ന് വ്യക്തം. അത്തരത്തിലൊരു നീക്കം അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. കാരണം ഇന്നലെ വൈകുന്നേരത്തും അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ 2 ദിവസത്തിനുള്ളിൽ ഞാൻ കാര്യങ്ങൾ വിളിച്ചു പറയും എന്നുള്ളതാണ്. അതായത് UDF പ്രവേശനം 2 ദിവസത്തിനുള്ളിൽ ശരിയായില്ല എങ്കിൽ അല്ലെങ്കിൽ അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ അൻവർ മത്സരരംഗത്തേക്ക് ഉണ്ടാകും എന്നുള്ള സൂചനകളാണ് തൃണമൂലിൻ്റെ നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റി പറയുന്നത്. അതിൽ ഒരു കാര്യം വ്യക്തമാണ്, ഇതിൽ സ്ഥാനാർത്ഥിക്ക് അപ്പുറത്തേക്ക് UDFിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനം ഉറപ്പിക്കുക എന്നതിന് ലക്ഷ്യം. അത് കഴിഞ്ഞിട്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും മത്സരിക്കുന്നതിന് വേണ്ടി ഒരു വിജയം ഉറപ്പാക്കിയ സീറ്റ് തരപ്പെടുത്തുക. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന അൻവറിൻ്റെ നീക്കങ്ങളാണിതെന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് നേതാക്കന്മാർ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, ഒരു പി.വി. അൻവറിൻ്റെ ഒരു വിലപേശലുകൾക്ക് മുന്നിലും കീഴടങ്ങേണ്ട സാഹചര്യമില്ല. ആരാണ് കോൺഗ്രസിലെ മുഖ്യ ശത്രു പി.വി. അൻവറിനുള്ളത്? അത്തരത്തിലുള്ള കാര്യങ്ങളിൽ വ്യക്തത വരണം. കാരണം ഇന്നലെ തന്നെ പി.വി. അൻവർ നടത്തിയ പ്രതികരണങ്ങൾ പരിധി വിട്ടതാണ് എന്നാണ് കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത്. ഒരിക്കൽ പോലും LDF BJP പറയാത്ത തരത്തിൽ ഒരു സ്ഥാനാർത്ഥിക്കെതിരെ ഇത്ര രൂക്ഷമായ ഭാഷയിൽ വിമർശനം നടത്തുക എന്നുള്ളത് അംഗീകരിക്കാനാകില്ല. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള വിമർശനങ്ങൾക്കും അല്ലെങ്കിൽ പി.വി. അൻവർ ഉന്നയിക്കുന്ന ഒരു വിമർശനങ്ങൾക്ക് മുന്നിലും ഒരു വിലപേശലുമായി മുന്നോട്ട് പോകണ്ട എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ നീക്കം. എന്നാൽ തന്നെയും UDFിന് വേണ്ടി മുസ്ലിം ലീഗ് നേതാക്കന്മാർ പി.വി. അൻവറുമായി ചർച്ച നടത്തുന്നുണ്ട്. ആ ചർച്ച ഒരു സമവായത്തിൽ എത്തുമെന്നുള്ള പ്രതീക്ഷ കോൺഗ്രസിനുണ്ട്. പി.വി. അൻവറിനെ പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല. എന്നാൽ പി.വി. അൻവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അതേപടി അംഗീകരിക്കുക എന്നുള്ളതിനോട് ഒരു താല്പര്യം കോൺഗ്രസ് നേതാക്കന്മാർക്കില്ല. കാരണം അവരുടെ മുന്നിൽ ഒരു പാഠമായി നിൽക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം CPMനെതിരെയും ഒപ്പം മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും രൂക്ഷ വിമർശനം ഉയർത്തുകയും പിന്നീട് CPM പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ട അവസരമൊക്കെ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു നീക്കം അൻവറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായാൽ അത് കാര്യമായി പരിഗണിക്കേണ്ട. മാത്രവുമല്ല, ഒറ്റക്കെട്ടായി കോൺഗ്രസ് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ വിജയം ഉറപ്പാണ് എന്ന തരത്തിലേക്കാണ് കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ പറയുന്നത്. എന്തായാലും ഇന്ന് വീണ്ടും കോഴിക്കോടും മലപ്പുറത്തും ഒക്കെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ വീണ്ടും ചർച്ചകളിൽ പങ്കെടുക്കും. പ്രധാനമായും AICC തീരുമാനിച്ച ഒരു സ്ഥാനാർത്ഥിയെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റൊരു സ്ഥാനാർത്ഥിയെ മത്സരരംഗത്തേക്ക് കൊണ്ടുവരേണ്ട സാഹചര്യം നിലവിൽ കേരളത്തിലില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കന്മാർ വ്യക്തമാക്കുന്നത്. ആര്യാടൻ ഷൗക്കത്ത് എന്ന സ്ഥാനാർത്ഥിയുമായി UDF മത്സരരംഗത്തുണ്ടാകും. അത് പി.വി. അൻവർ പിന്തുണച്ചാലും ഇല്ലെങ്കിലും സ്ഥാനാർത്ഥിയെ യാതൊരു കാരണവശാലും മാറ്റത്തില്ല എന്ന ഉറച്ച നിലപാട് തന്നെ കോൺഗ്രസ് നേതാക്കന്മാർ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അൻവറിൻ്റെ വെല്ലുവിളിക്ക് മുന്നിൽ കാര്യമായി ഒരു മുട്ടുമടക്കൽ ശൈലിക്ക് കോൺഗ്രസ് നേതാക്കന്മാർ തയ്യാറാകുന്നില്ല. വെല്ലുവിളി നടക്കട്ടെ. കാരണം കോൺഗ്രസിന് ഇവിടെ നഷ്ടപ്പെടാൻ ഒന്നുമില്ല. CPMൻ്റെ സീറ്റാണ്, ഇടതുമുന്നണിയുടെ സീറ്റാണ്. അത് പിടിച്ചെടുക്കുക എന്നുള്ളത് ഒരു അഭിമാന പോരാട്ടമാണ്. അത്തരത്തിലൊരു പോരാട്ടത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഒപ്പം നിൽക്കുന്ന അൻവറിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിച്ചു പോകാൻ കോൺഗ്രസ് തയ്യാറാണ്. അതിന് മുസ്ലിം ലീഗിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മുസ്ലിം ലീഗുമായി ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് അൻവറും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്നും നാളെയുമായിട്ട് ആ ചർച്ചകൾ പൂർത്തിയാകും. ഇന്നലെ തന്നെ UDF കൺവീനർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിലവിൽ അൻവർ UDFിൻ്റെ ഭാഗമാണ്, പക്ഷേ എപ്പോൾ UDFിലെ ഘടകകക്ഷിയാകും എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഒരു അന്തിമ തീരുമാനം ഉണ്ടാകാതിരിക്കുന്നത്. അത് വലിയ കാലതാമസമില്ലാതെ തന്നെ UDFിലെ ഘടകകക്ഷിയാകും എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു. അത്തരത്തിൽ UDFിനെ ഒരു കാരണവശാലും അൻവറിനെ തള്ളി മുന്നോട്ട് പോകുന്നില്ല. എന്നാൽ ഇത്തരം വിലപേശലുകൾ അംഗീകരിക്കേണ്ട എന്ന നിലപാടാണ് കോൺഗ്രസ് നേതാക്കന്മാർ സ്വീകരിച്ചിരിക്കുന്നത്. കാളിദാസ്. ബിനോയ്, മറ്റൊരു കാര്യം കൂടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ആര്യാടൻ ഷൗക്കത്തിന്റെ പേരുകളൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ ഉയർന്നു കേട്ട ഒരു സാഹചര്യത്തിലെ
PV അൻവർ വലിയ രീതിയിൽ ആര്യടൻ ഷൗക്കത്തിനെതിരെ ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു. അപ്പോൾ VS ജോയിക്കായിരിക്കും ചിലപ്പോൾ മുൻതൂക്കം എന്നൊക്കെ തരത്തിലാണ് പിന്നീടുള്ള അഭ്യൂഹങ്ങൾ വന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള PV അൻവറിന്റെ ഈ ആരോപണങ്ങൾക്കൊന്നും വീഴണ്ട, PV അൻവറിന്റെ സമ്മർദ്ദങ്ങൾക്കൊന്നും വീഴണ്ട എന്ന് തീരുമാനിച്ച അവസാനം UDF നേതൃത്വം ആര്യടൻ ഷൗക്കത്തിലേക്ക് തന്നെ എത്തുകയായിരുന്നു. അതിന് പുറകെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഭീഷണി സ്വരം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം തങ്ങളെ തൃണമൂലിനെ ഘടകകക്ഷിയാക്കിയില്ലെങ്കിൽ ഞാൻ നിലമ്പൂരിൽ മത്സരിക്കുമെന്നുള്ള തരത്തിലാണ് PV അൻവർ പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിൽ PV അൻവർ നിലമ്പൂരിൽ മത്സരിക്കാൻ തന്നെയാണ്, അല്ലെങ്കിൽ ഈ ഒരു UDFന്റെ അനുനയ ശ്രമങ്ങൾക്കൊന്നും PV അൻവർ വഴങ്ങാതെ നിലമ്പൂരിൽ PV അൻവർ മത്സരിക്കുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ഗുണകരമാവുക LDFന് കൂടിയല്ലേ? അല്ല, അതിലൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ പ്രാവശ്യം LDF സ്വതന്ത്രനായിട്ടാണ് PV അൻവർ മത്സരിച്ചത്. സ്വാഭാവികമായും 6 പ്രാവശ്യം UDF വിജയിച്ച ഒരു മണ്ഡലം കൂടിയാണ് നിലമ്പൂർ. അവിടെ ഒന്ന് 2016 PV അൻവറിനെ മത്സരിപ്പിച്ചുകൊണ്ട് LDF ആ സീറ്റ്, നിലമ്പൂർ സീറ്റ് പിടിച്ചെടുക്കുന്നത്. ആ സമയത്ത് കിട്ടിയ ഭൂരിപക്ഷം 2021 തെരഞ്ഞെടുപ്പിലേക്ക് എത്തിയപ്പോൾ അത് നിലനിർത്താൻ PV അൻവറിനായില്ല, ഇടതുമുന്നണിക്കായില്ല. അതാണ് കോൺഗ്രസിന് മുന്നിലെ ഒരു ഏറ്റവും വലിയ തന്ത്രമായി അവർ കാണുന്നത്. കാരണം അൻവർ ഒറ്റയ്ക്ക് മത്സരിച്ചു കഴിഞ്ഞാൽ കാര്യമായ ഒരു വെല്ലുവിളി ഉയർത്താൻ കഴിയില്ല എന്നുള്ള ഒരു വിശ്വാസം കോൺഗ്രസ് നേതാക്കന്മാർക്കുണ്ട്. എന്നാൽ അൻവറിനെ പിണക്കി മുന്നോട്ട് പോകണ്ട എന്നൊരു നിലപാടാണ് ഇപ്പോൾ കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് പലതരത്തിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങൾ PV അൻവർ മെനയുന്നു എന്നുള്ളതാണ് കോൺഗ്രസിന് തലവേദനയായി മാറുന്നത്. കാരണം ഇന്ന് തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചപ്പോൾ ഏതു ചെകുത്താനെ മത്സരിപ്പിച്ചാലും താൻ പിന്തുണയ്ക്കും എന്ന് പറഞ്ഞിരുന്ന PV അൻവർ ഇന്നലെ രാവിലെയോടുകൂടി അത് കളം മാറ്റി ചവിട്ടിക്കൊണ്ട് VS ജോയ് എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിന് വേണ്ടി വാദമുഖം ഉന്നയിച്ചു. മാത്രവുമല്ല UDF പ്രവേശനം, ഇത്തരം കാര്യങ്ങളൊക്കെ ഉന്നയിച്ചു വന്നു. വൈകുന്നേരത്തേക്ക് സ്ഥാനാർത്ഥി പ്രഖ്യാപനം, ആര്യൻ ഷൗക്കത്തിൻ്റെ പേര് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ വലിയ തരത്തിലുള്ള വിമർശനവുമായി അൻവർ എത്തിയിരുന്നു. 2 ദിവസത്തിനുള്ളിൽ ഞാൻ പറയാനുള്ളത് പറയും എന്ന് പറഞ്ഞിരുന്നു. മത്സരിക്കുന്ന കാര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു വ്യക്തത വരുത്തിക്കൊണ്ട് തന്നെ അൻവർ പറയുകയും ചെയ്യും. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കൃത്യമായൊരു സമ്മർദ്ദ തന്ത്രം അൻവറിൻ്റെ കൈവശമുണ്ട്. അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ, ഇപ്പോഴല്ല, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ഒരു സീറ്റ്, അതായത് വിജയം ഉറപ്പായ ഒരു സീറ്റ് UDFിൽ നിന്ന് വാങ്ങിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു തന്ത്രമാണ്. അതായിരിക്കും ഇന്ന് ലീഗും അൻവറുമായി നടത്തുന്ന ചർച്ചയിൽ പ്രധാന കാര്യം. അങ്ങനെ ഒരു സീറ്റ് വിട്ടുകൊടുക്കുകയാണെങ്കിൽ അത് കോൺഗ്രസിന് നഷ്ടമാകുന്ന ഒരു സീറ്റായിരിക്കും, അല്ലെങ്കിൽ കോൺഗ്രസ് ആയിരിക്കും ആ സീറ്റ് വിട്ടുകൊടുക്കേണ്ടത്, അല്ലാതെ ഘടകകക്ഷികളൊന്നും തന്നെ ആ സീറ്റ് വിട്ടുകൊടുക്കാൻ തയ്യാറാവത്തില്ല. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിന് നഷ്ടമുണ്ടാകും. ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വലിയ തരത്തിലുള്ള ചർച്ച ലീഗും അൻവറുമായി നടത്തേണ്ടി വരും. എന്തായാലും അൻവറിൻ്റെ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് മുന്നിൽ, വിലപേശലുകൾക്ക് മുന്നിൽ മുട്ടുമടക്കണ്ട എന്ന തീരുമാനമാണ് ചില കോൺഗ്രസ് നേതാക്കന്മാർ എടുത്തിട്ടുള്ളത്. അത്തരത്തിൽ തന്നെ നീങ്ങും. AICC നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാൻ വലിയ തരത്തിൽ ആളുകളുണ്ട്. കോൺഗ്രസ് എല്ലാവരും ഒറ്റക്കെട്ടാണ്. ഇപ്പോൾ ഗ്രൂപ്പ് പ്രശ്നങ്ങളില്ല. ആ സാഹചര്യം കൂടി മുതലെടുത്തുകൊണ്ട് തനിക്ക് ഈ കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ കോൺഗ്രസ് നേതാക്കന്മാർ പങ്കുവയ്ക്കുന്നു. യെസ്, അത് തന്നെയാണ്. കാരണം PV അൻവർ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ അത്ര വലിയൊരു ഭൂരിപക്ഷം ലഭിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു നിലമ്പൂരിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത്. കാരണം കഴിഞ്ഞ തവണയും അതിന് മുൻപത്തെ തവണയും LDF സ്വതന്ത്രനായി മത്സരിച്ചത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലൊരു ജയം PV അൻവറിന് സാധ്യമായത്. അതൊറ്റയ്ക്കായിരുന്നുവെങ്കിൽ PV അൻവറിന് അത്തരത്തിലൊരു ജയം സാധ്യമാകില്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു വലിയൊരു വോട്ട് ഉയർത്താനൊന്നും PV അൻവർ എന്നുള്ള വ്യക്തിക്ക് സാധിച്ചില്ല. അത് LDFന്റെ പിന്തുണയുള്ളത് കൊണ്ടുകൂടി തന്നെയാണ് എന്നുള്ളതാണ് അവസാന മണിക്കൂറുകളിൽ, കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളിലായി LDFന്റെ ഭാഗത്തു നിന്നും CPMന്റെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകുന്ന പ്രതികരണം എന്ന് പറയുന്നത്. എന്നിരുന്നാലും PV അൻവർ മത്സരിക്കും എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ ചില വിവരങ്ങൾ ലഭിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിനെ ഘടകകക്ഷിയാക്കിയില്ലെങ്കിൽ താൻ മത്സര രംഗത്തിറങ്ങുമെന്നുള്ളതാണ് PV അൻവറും പറഞ്ഞിരിക്കുന്നത്. 2 ദിവസത്തിനുള്ളിൽ UDF ഇതിനെ സംബന്ധിച്ച് കൃത്യമായൊരു തീരുമാനം അറിയിച്ചില്ലെങ്കിൽ താൻ അതിന് ഒരുമ്പിട്ടിറങ്ങുമെന്നുള്ളതാണ് PV അൻവറും സൂചിപ്പിച്ചിരിക്കുന്നത്. ആ ഒരു ഭീഷണിയിൽ UDF വഴങ്ങുമോ എന്നുള്ളതൊക്കെയാണ് നമുക്ക് കണ്ടറിയേണ്ടത്. നിലവിൽ മുസ്ലിം ലീഗ് നേതാക്കൾ PV അൻവറുമായി അനുനയ ശ്രമത്തിലാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. D ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.